പട്നയിലെ ക്രമസമാധാന നില ഇപ്പോൾ വലിയൊരു ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. 24 മണിക്കൂറിനിടെ അവിടെ കൊല്ലപ്പെടുന്നത് 2 പേരാണ്. പൂനെയിൽ ഒരു 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത് അവളുടെ സ്വന്തം മുത്തച്ഛൻ തന്നെയാണ്. ഝാൻസിയിൽ കണ്ടെത്തിയ നാടോടി ഗായികയുടെ പാതി കത്തിക്കരിഞ്ഞ മൃതദേഹം പോലീസിനെ കുഴപ്പിക്കുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം നിഗൂഢതകളുടെ 20-ാം മണിക്കൂറിലേക്ക്. ബീഹാറിന്റെ തലസ്ഥാനമായ പട്നയിലെ ക്രമസമാധാന നിലയെക്കുറിച്ച് വീണ്ടും ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ്. 24 മണിക്കൂറിനിടെ ദിദാർഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നടന്നിരിക്കുന്നത് 2 കൊലപാതകങ്ങളാണ്. പരസ്യമായി തെരുവിലിറങ്ങി വെടിവെച്ച് കൊന്ന ശേഷം മറയുന്ന ഗുണ്ടകൾ ഇപ്പോൾ പട്നയിലെ ജനങ്ങളുടെ പേടി സ്വപ്നമാണ്. ദിദാർഗഞ്ച് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഖാൻപൂർ പ്രദേശത്ത് പട്ടാപ്പകൽ ഒരാളെ വെടിവെച്ച് കൊന്നിരിക്കുന്നു. 24 മണിക്കൂറിനിടെ നടക്കുന്ന 2ാമത്തെ കൊലപാതകം. അത് പ്രദേശത്തെ പോലീസിന്റെ പ്രവർത്തനത്തെ പോലും ചോദ്യമുനയിൽ നിർത്തുകയാണ്. രാംപ്രവേശ് എന്ന യുവാവാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. പുറത്തുവരുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ന് രാവിലെയോടെ സംഭവസ്ഥലത്തെത്തിയ കുറ്റവാളികൾ പരസ്യമായി ഇയാളെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. നെഞ്ചിൽ വെടിയേറ്റാണ് രാംപ്രവേശിന്റെ മരണം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ ദിദാർഗഞ്ച് പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു സംഘം സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മരിച്ചയാൾ രാവിലെ ഏകദേശം 6:30 ഒരാളുമായി ഫോണിൽ സംസാരിച്ചതായും തുടർന്ന് 8:30 ഈ കൊലപാതകം നടക്കുന്നതെന്നുമാണ് നാട്ടുകാർ നൽകുന്ന വിശദീകരണം. വെടിയൊച്ച കേട്ട് സ്ഥലത്തെത്തിയ നാട്ടുകാർ അവിടെ രാംപ്രവേശിന്റെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. सुबह जानकारी क्या मिली? सुबह 7:30 बजे 8 बजे के करीबन 6-7 बजे मिला कि खानपुर के तरफ फेंका हुआ था, जबकि गोली और ब्लड के वहाँ स्वराज जी के घर ही के बगल ही में घर के बगल में ही ब्लड गिरा हुआ है, गोली भी वहाँ चला है और उनका फेंका गया है खानपुर की तरफ, गांव की तरफ पश्चिम की ओर ले जाके. गांव से पता चल रहा है कि 8:30 बजे इनको स्वारथ जी के तरफ जाते हुए देखा गया है. इनको कोई कॉल उल करके बुलाया है तब, और वहीं पे सब लोग शायद मुर्गा उर्गा खाए हैं. वहीं पे सुबह में मतलब हम लोग को दिखा गए तो वहाँ पे भीगा हुआ मुर्गा चावल दिखा वहाँ पे. बॉडी मिला? हाँ, बॉडी मिला. उससे बहुत इधर ही मिला. बॉडी मारने के बाद 500 मीटर दूर ले जाकर बिक दिया गया है. കൊലപാതകത്തെ പറ്റി നാട്ടുകാർ മാധ്യമങ്ങൾക്ക് നൽകിയ വിശദീകരണങ്ങളാണിത്. സംഭവസ്ഥലത്ത് സംഘർഷം നടന്നതിന്റെ ലക്ഷണങ്ങളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പോലീസ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചിരിക്കുകയാണിപ്പോൾ. കൂടാതെ FSL സംഘത്തെയും വിന്യസിച്ചിട്ടുണ്ട്. കുറ്റവാളികളെ തിരിച്ചറിയാൻ സമീപത്തുള്ള CCTV ദൃശ്യങ്ങളും പരിശോധിച്ചു വരികയാണ്. കുടുംബാംഗങ്ങൾ പറയുന്നതനുസരിച്ച് ഫോൺ കോൾ വന്നതിന് ശേഷമാണ് രാംപ്രവേശ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഈ ഫോൺ കോളും മരണവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ പോലീസും കുടുംബവും. നിലവിൽ കേസ് എല്ലാ കോണുകളിൽ നിന്നും അന്വേഷിച്ചു വരികയാണെന്നും കുറ്റവാളികളെ ഉടൻ അറസ്റ്റ് ചെയ്യുമെന്നും പോലീസ് പറഞ്ഞു. दिदारगंज थानांतर्गत सोनामा ग्राम में एक व्यक्ति की गोली मारकर हत्या की सूचना प्राप्त हुई. उसके बाद पुलिस द्वारा त्वरित कार्रवाई करते हुए घटनास्थल पहुंचा गया. मृतक रामप्रवेश सिंह के शव को पोस्टमार्टम हेतु NMCH भेजा गया. FSL को सूचित किया गया. FSL द्वारा घटनास्थल निरीक्षण किया गया. डॉग स्क्वाड को भी सूचित किया गया. वो भी पहुंचकर अपराधियों के बारे में पहचान करने की कोशिश की जा रही है. ഏറ്റവും ആശങ്കാജനകമായ കാര്യം 24 മണിക്കൂർ മുൻപ് ഇതേ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് തന്നെ കോളേജ് വിദ്യാർത്ഥിയായ ഹർഷ് എന്ന യുവാവ് വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്നതാണ്. എന്നാൽ ആ കേസിൽ കുറ്റവാളികളെ ആരെയും ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് സാധിച്ചിട്ടില്ല. തുടർച്ചയായി 2 കൊലപാതകങ്ങളും പ്രദേശത്തെ ജനങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ഭീതി സൃഷ്ടിച്ചിട്ടുണ്ട്. 2 കൊലപാതകത്തിന് പിന്നിലുമുള്ളത് ഒരേ കുറ്റവാളികൾ തന്നെയാണോ എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണിപ്പോൾ.
വ്യാപാരി തലയ്ക്ക് പരിക്കേറ്റ് മരിച്ച സംഭവത്തിൽ ദുരൂഹത ഒഴിയുന്നില്ല. വെടിയേറ്റ് മരിച്ചതാണെന്ന് അയൽവാസികൾ പറയുന്നുണ്ടെങ്കിലും വെടിയേറ്റതായി ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. മരണം കൊലപാതകമാണെന്ന സംശയത്തിൽ തന്നെയാണ് പോലീസ് ഇപ്പോഴുമുള്ളത്. ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ് 42 വയസ്സുള്ള വ്യാപാരിയായ വിജയ് കുമാർ ചൌരസിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിനുള്ളിൽ തലയ്ക്ക് പരിക്കേറ്റ് ചോര വാർന്ന് മരിച്ച നിലയിലായിരുന്നു ഈ വ്യാപാരിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. വെള്ളിയാഴ്ച രാത്രി ഫീൽഖാന പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. വീടിനുള്ളിൽ നിന്നും വെടിയുതിർക്കുന്ന ശബ്ദം കേട്ട നാട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. പോലീസ് എത്തി വിജയകുമാറിനെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും അയാൾ മരിച്ചിരുന്നു. പ്രഥമ ദൃഷ്ട്യാ ഇതൊരു കൊലപാതകമാണെന്ന് തന്നെയാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. देखिए, थाना फीलखाना क्षेत्र में आज एक सूचना प्राप्त हुई कि एक विजय कुमार चौरसिया, जिसकी उम्र लगभग 42 साल है, उसको एक घर में एक गंभीर चोट के साथ में, जो सर पे उनको चोट लगी थी, उसके साथ मिले थे और उसको फिर उनको जब अस्पताल भेजा गया तो डॉक्टर ने उनको मृत घोषित कर दिया है. तो इसी के संबंध में प्रथम दृष्टया ये मर्डर का केस लग रहा है और हम लोग इसमें जाँच में लगे हुए हैं. अभी तक ऐसी सूचना जो यहाँ पर महिलाएं रह रही हैं उनके द्वारा बताया गया है, लेकिन हम लोग डॉक्टर की रिपोर्ट और पोस्टमार्टम की रिपोर्ट पर रिलाई करेंगे. अभी तक पता नहीं चल पाया? नहीं, अभी तक गन शॉट इंजरी का सत्यापन नहीं हो पाया है. അപ്പോഴും പോലീസിനെ കുഴപ്പിക്കുന്ന വിഷയം മറ്റൊന്നാണ്. സ്ഥലത്തുണ്ടായിരുന്ന ആളുകൾ വെടിയൊച്ച കേട്ടതായും വെടികൊണ്ടാണ് വിജയകുമാർ മരിച്ചതെന്ന് പറയുമ്പോഴും പോലീസിന് ഇതുവരെ വെടികൊണ്ടാണ് മരണമെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. അപ്പോൾ വെടിയൊച്ച കേട്ടെന്ന് നാട്ടുകാർ പറഞ്ഞത് എന്തുകൊണ്ടെന്ന സംശയം പോലീസിനെ കുഴപ്പിക്കുകയാണ്. മൃതദേഹം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം പരിശോധനയ്ക്കായി അയച്ചിരിക്കുകയാണ്. ഇതിൽ കൃത്യമായൊരു വ്യക്തത ലഭിക്കണമെങ്കിൽ ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവരണം. കൂടാതെ മരിച്ച വിജയകുമാറിന് മറ്റാരുമായും ശത്രുതയോ തർക്കമോ ഒന്നും നിലനിൽക്കുന്നില്ലെന്നാണ് അയാളുടെ സഹോദരനും വ്യക്തമാക്കിയിട്ടുള്ളത്. सुनने में आया कि वहाँ पटाख से आवाज़ आई कि कोई किसी ने सुना कि पटाख की आवाज़ है तो गोली मारी गई है. कोई विवाद नहीं, कुछ नहीं, किसी मेरे भाई का किसी को लेने देना नहीं है. ഇതാണ് സഹോദരൻ നൽകുന്ന വിശദീകരണം. സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടന്നു വരികയാണിപ്പോൾ. വിജയകുമാറിന് എന്തെങ്കിലും തരത്തിൽ ശത്രുക്കൾ ഉണ്ടായിരുന്നോ, ആരെങ്കിലുമായി തർക്കം നിലനിൽക്കുന്നുണ്ടോ എന്നതൊക്കെ പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൂടാതെ ബന്ധുക്കളെയും സംശയം തോന്നുന്ന ആളുകളെയും അടക്കം ചോദ്യം ചെയ്യുന്നതും പുരോഗമിക്കുകയാണ്. പെൺമക്കളെ വിശ്വസിച്ച് ആരുടെ പക്കലും ഏൽപ്പിച്ചു പോകാനാകാത്ത ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പൂനെയിലും സമാനമായൊരു സംഭവം നടന്നിരിക്കുകയാണ്. പേരക്കുട്ടിയെ അത്രയും സുരക്ഷിതമെന്ന് കരുതി ഏൽപ്പിച്ച മുത്തച്ഛൻ തന്നെ 9 വയസ്സുകാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. പൂനെ നഗരത്തിലെ പാർവതി പ്രദേശത്തെ ഒരു ചേരിയിൽ വെച്ച് പ്രായപൂർത്തിയാകാത്ത പേരക്കുട്ടിയെ പീഡിപ്പിച്ചുവെന്നാരോപിച്ച് 70 വയസ്സുള്ള വയോധികനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പോലീസ്. കഴിഞ്ഞ ദിവസം രാത്രി 9:30ഓടെയാണ് 70 വയസ്സുള്ള ഇയാൾ തന്റെ 9 വയസ്സുള്ള പേരക്കുട്ടിയെയും കൂട്ടി വീട്ടിലെ ഒരു മുറിയിലേക്ക് പോവുകയും അവിടെ വെച്ച് കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തത്. മുറിയിലെത്തിയ ഇയാൾ കുട്ടിയുടെ വസ്ത്രം അഴിക്കാൻ ശ്രമിച്ച് ഇത് കണ്ട് ഭയന്നുപോയ കുട്ടി നിലവിളിച്ചതോടെയാണ് അവിടേക്ക് നാട്ടുകാർ ഓടിയെത്തുന്നത്. വീടിനുള്ളിൽ കയറിയ നാട്ടുകാർ വാതിൽ തകർത്ത് കുട്ടിയെ രക്ഷപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാർ തന്നെ ഇയാളെ കൈയോടെ പിടികൂടി പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്തു. रात को 9:30 बजे करीब पुलिस को मार्शल को एक इंफॉर्मेशन प्राप्त हुई, जिसमें बताया गया है कि जनता वसात नामक एक बस्ती में लोगों ने एक आदमी को पकड़ रखा है, जिसने एक छोटी बच्ची को मोलेस्टेशन करने की कोशिश की है. तुरंत पुलिस मौके पर पहुंची. वहां पर पाया कि एक आदमी 70 साल उसकी उम्र थी, उसको लोगों ने पकड़ रखा था और उसको हमने हिरासत में लिया
पूछताछ में पता चला कि उसने अपनी ही पोती जो 9 साल की है उसको अपने रूम में बुलाया और उसके साथ जो है उसके कपड़े उतार कर दुष्कर्म। സംഭവ സമയത്ത് പ്രതി മദ്യലഹരിയിലായിരുന്നുവെന്നാണ് നാട്ടുകാരും പോലീസും നൽകുന്ന വിശദീകരണം. സ്ഥലത്തെത്തിയ പോലീസ് ഉടൻ തന്നെ കുട്ടിയെ വൈദ്യപരിശോധനയ്ക്കായി സാസൂൺ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു. ലൈംഗികാതിക്രമം നടന്നിട്ടില്ലെന്ന മെഡിക്കൽ റിപ്പോർട്ട് വന്നതോടെ കുട്ടിയെ അല്പസമയം നിരീക്ഷണത്തിൽ വച്ച ശേഷം ഡിസ്ചാർജ് ചെയ്യുകയായിരുന്നു. ഭാരതീയ ന്യായ സംഹിത പ്രകാരം ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ പ്രകാരമുള്ള പ്രസക്തമായ വകുപ്പുകൾ പ്രകാരമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംഭവത്തെ തുടർന്ന് പ്രദേശത്ത് സംഘർഷാവസ്ഥ ഉടലെടുക്കുന്ന സാഹചര്യവുമുണ്ടായി. ഉത്തർപ്രദേശിലെ ഝാൻസിയിൽ ഒരു നാടോടി ഗായികയുടെ പാതി കത്തിക്കരിഞ്ഞ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു. നടന്നത് കൊലപാതകവും തെളിവ് നശിപ്പിക്കലുമാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ കൊല്ലപ്പെട്ട സ്ത്രീ മറ്റൊരു കൊലക്കേസിലെ പ്രതി കൂടിയാണ്. അതായിരിക്കുമോ ഈ കൊലപാതകത്തിന് പിന്നിലെ കാരണം? ഝാൻസിയിലെ ഉൽദാൻ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. ബുണ്ടേലി നാടോടി ഗായികയായ ലൗലി മൗര്യ എന്ന യുവതിയുടെ മൃതദേഹമാണ് പാതി കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. മൃതദേഹം കണ്ടെത്തിയത് വിജനമായ വനപ്രദേശത്തോട് ചേർന്ന ഇടത്താണെന്നുള്ളതും മൃതദേഹത്തിനടുത്തായി സംശയാസ്പദമായ ചില വസ്തുക്കൾ കണ്ടെത്തിയിട്ടുണ്ട് എന്നതും ഈ മരണത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുകയാണ്. സംഭവസ്ഥലത്ത് മദ്യക്കുപ്പികൾ, കത്തിയ മൊബൈൽ ഫോൺ, സംശയാസ്പദമായ വസ്തുക്കൾ എന്നിവയൊക്കെ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു കൊലപാതകമാകാമെന്നും തെളിവ് നശിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിട്ടുണ്ടെന്നുമുള്ള നിഗമനത്തിലാണ് പോലീസ് ഇപ്പോഴുള്ളത്. കൊലപാതക കാരണമായി പോലീസ് സംശയിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മുൻവൈരാഗ്യമാകാമെന്നാണ്. കാരണം ഈ കൊല്ലപ്പെട്ട യുവതി 2022 ദിനേശ് റായി എന്നയാളുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ജയിൽ ശിക്ഷ അനുഭവിച്ചിട്ടുണ്ട്. ദിനേശ് റായിയും ലൗലിയും തമ്മിൽ പ്രണയത്തിലാവുകയും തുടർന്നുണ്ടായ തർക്കങ്ങൾ കാരണവുമായിരുന്നു അന്ന് ആ കൊലപാതകം നടന്നത്. ലൗലിയും കൂട്ടാളികളും ചേർന്ന് അന്ന് ദിനേശ് റായിയെ മുക്കിക്കൊല്ലുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണോ കൊലപാതകമെന്നാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷിക്കുന്നത്. ഝാൻസിയിലെ പഥകർക ഗ്രാമപഞ്ചായത്തിലെ മേഘിരക്കിനും ചൌക്രിക്കുമിടയിലുള്ള ഒരു വിജനമായ പ്രദേശത്താണ് മൃതദേഹമുണ്ടായിരുന്നത്. സമീപത്തെ കൃഷിയിടത്തിലേക്ക് ജോലിക്കായി എത്തിയവരാണ് കത്തിക്കരിഞ്ഞ നിലയിൽ മൃതദേഹം ആദ്യം കണ്ടെത്തുന്നത്. മൃതദേഹത്തിന്റെ കൈകാലുകൾ അടക്കം പകുതിയോളം ഭാഗം കത്തിയ നിലയിലായിരുന്നു. ഗ്രാമത്തലവൻ വിവരമറിയിച്ചതോടെയാണ് പോലീസ് സ്ഥലത്തെത്തുന്നത്. സംഭവസ്ഥലത്ത് നിന്ന് സംശയാസ്പദമായ നിരവധി വസ്തുക്കൾ പോലീസ് കണ്ടെത്തി. സമീപത്തെ ഒരു പറമ്പിൽ നിന്ന് ഒഴിഞ്ഞ മദ്യക്കുപ്പികൾ, ബിയർ ക്യാനുകൾ, ലഘുഭക്ഷണ പാക്കറ്റുകൾ, കത്തി നശിച്ച ഒരു മൊബൈൽ ഫോൺ എന്നിവയടക്കം പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പാടത്തെ മുള്ളുവേലിയിൽ കുടുങ്ങിയ ഒരു ചുവന്ന സാരിയുടെ കീറിയ കഷ്ണവും പോലീസിന് ലഭിച്ചു. ഒപ്പം സ്ത്രീയുടെ ചെരുപ്പുകളും അതോടൊപ്പം കണ്ടെത്തി. സ്ത്രീയെ ഒരു വാഹനത്തിലാണ് അവിടെ എത്തിച്ചതെന്നാണ് പോലീസിന്റെ നിഗമനം. മുഖവും ശരീരവും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നതിനാൽ തുടക്കത്തിൽ മൃതദേഹം തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാൽ സംഭവത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതോടെ കാണാതായ സ്ത്രീയെ അന്വേഷിച്ച് കുടുംബാംഗങ്ങൾ സ്ഥലത്തെത്തി. പ്രദേശത്ത് നിന്ന് ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൊല്ലപ്പെട്ടത് 45-കാരിയായ ലൗലിയാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. കൊലപാതകവുമായി ബന്ധപ്പെട്ട് ഒരു വെളുത്ത കാറും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. വെള്ളിയാഴ്ച രാത്രി 10 മണിയോടെ ഗ്രാമത്തിന് സമീപം സംശയാസ്പദമായ ഒരു കാർ കണ്ടതായി ഗ്രാമവാസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. രാത്രിയിൽ ആ പ്രദേശത്ത് 4 വീൽ വാഹനങ്ങൾ സാധാരണയായി ഉപയോഗിക്കാറില്ല എന്ന് ആളുകൾ പറയുന്നു. സമീപത്തുള്ള CCTV ക്യാമറകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ച പോലീസ് 2 സംഘങ്ങളായി തിരിഞ്ഞ് ഇപ്പോൾ അന്വേഷണം നടത്തി വരികയാണ്.
ട്വന്റി അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.